മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് വെക്ടറുകളെ കുറിച്ചാണ്, രണ്ടാമതായിട്ട് വരുന്നത് പ്രൊജക്ടൈൽ മോഷൻ, മറ്റൊന്ന് പഠിക്കാനുള്ളത് സർക്കുലാർ മോഷൻ. ഇതാണ് നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം വെക്ടറിന് തുടങ്ങാം. എന്താണ് വെക്ടർ എന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ് അല്ലേ? വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വെക്ടറിന് എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിനെന്തും കൂടെ വേണം? ഡയറക്ഷനും കൂടെ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് അതെന്തെന്ന് പറയാം, നമ്മൾ വെക്ടർ ആണെന്ന് പറയാം അല്ലേ? പക്ഷേ ഒരു കാര്യം കൂടെ നമ്മളവിടെ ആഡ് ചെയ്യണം. അത് വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷന് വേണം, വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യും കൂടെ വേണം. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ വെക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുമായിരുന്നു അല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് വെച്ചാൽ അത് സമ്പൂർണ്ണമാവും. വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യണം. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കറണ്ട് എന്ന് പറയുന്ന ആള്, കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതേപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനും ഉണ്ട്. പക്ഷേ അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആവാനുള്ള കാരണം അത് വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല. എന്താ കാരണം? വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല. നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഒരു കറണ്ട് വന്നു 2 ആംപിയർ. ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു കറണ്ട് വന്നു 3 ആംപിയർ. ഇത് ചേർന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് പോയി 5 ആംപിയർ. ഈ വന്ന 2 കറണ്ടുകൾക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു തീറ്റ. പക്ഷേ ഈ ടോട്ടൽ കറണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇത് അവിടെ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടാക്കിയിരുന്ന ആംഗിള് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ഓഫ് ആംഗിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല. എങ്ങനെയാണോ വെക്ടറുകളെ ആഡ് ചെയ്യേണ്ടത് ആ റൂളുകൾ ഉപയോഗിച്ചല്ല ഈ കറണ്ട് നിങ്ങളിപ്പോൾ ആഡ് ചെയ്തെടുത്തത്. അതുകൊണ്ട് കറണ്ട് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ കറണ്ട് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഉണ്ടായിട്ട് എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല. ഇതാണ് കറണ്ട് എന്താവാൻ കാരണം, സ്കേലാർ ആവാൻ കാരണം. വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യുന്നില്ല. നമുക്കറിയാം വെക്ടറുകൾക്ക് എക്സാമ്പിൾ അറിയാലോ നിങ്ങൾക്ക്. വെക്ടറിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. മൊമെൻറ്റം, ഇതൊക്കെ വെക്ടറുകളാണ്. ഇതിൻ്റെ കൂടെ നിങ്ങളൊരു 2 എക്സാമ്പിൾ കൂടെ പഠിച്ചു വെച്ചോ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ടോർക്ക്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ കേട്ട ആംഗുലാർ മൊമെൻറ്റം. ആരാണ്? ആംഗുലാർ മൊമെൻറ്റം.
ഏതായാലും നിങ്ങൾ അവിടെ ഒരു ആംഗുലാർ എന്ന് കേട്ടിയില്ലേ? അപ്പം എന്തായാലും വരാൻ പോകുന്നതാണ് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ഇതൊക്കെ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റികളാണ്. ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക്, എനർജി, പവർ, ഇതൊക്കെ എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ നമ്മൾ വെക്ടറിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചത് അല്ലേ? എന്താണ് വെക്ടർ എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ആ വെക്ടറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. നമ്മൾ വെക്ടറിനെ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കിയാ. വെക്ടറിനെ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ വെക്ടർ ആണെങ്കിൽ അതിന് മുകളിലൊരു ആരോ കൊടുക്കും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കുന്ന ലെറ്റർ എസ് ആണെങ്കിൽ അത് വെക്ടർ ആണെങ്കിൽ മുകളിൽ നമ്മളൊരു ആരോ കൊടുക്കുന്നു. ഫോഴ്സ് ഒരു വെക്ടറാണ്, ഇങ്ങനെ കൊടുക്കും. ആക്സിലറേഷൻ ഒരു വെക്ടറാണ്. വെലോസിറ്റി ഒരു വെക്ടറാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിക്ചർ വരച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ പിക്ചറിൽ ഇങ്ങനെ കാണിക്കും, ഇതാണ് വെക്ടർ എ എന്ന് കാണിക്കും നമ്മൾ. അപ്പോൾ ഈ ആരോ കാണിക്കുന്നത് ആ വെക്ടറിൻ്റെ ഡയറക്ഷനെയാണ്. ആരോ കാണിക്കുന്നത് ആ വെക്ടറിൻ്റെ എന്താണ്? ഡയറക്ഷനെ ആണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടുള്ള അതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് കാണിക്കുന്നത് മാഗ്നിറ്റ്യൂഡാണ്. ലെങ്ത് കാണിക്കുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. ആരോ കാണിക്കുന്നത് ഡയറക്ഷനാണ്. ആ ടോട്ടൽ ലെങ്ത് കാണിക്കുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. ഇതിനെ നിങ്ങൾ ഹെഡ് എന്ന് വിളിക്കും, ഇവനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കും. അപ്പോൾ നോക്കിയാൽ ഹെഡും ടെയിലും. നമ്മൾ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ നോക്കൂ, ഇങ്ങോട്ടാണെങ്കിൽ, ഇപ്പോൾ ദാ ഇങ്ങോട്ടാണ് ഒരു ബോഡിക്ക് ഫോഴ്സ് കിട്ടിയതെങ്കിൽ ഇതാണ് ഫോഴ്സ് വെക്ടർ. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിനെയാണ് ഈ ലെങ്ത് കാണിക്കുന്നത്. മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണലായിട്ടാണ് നമ്മൾ ആ ലെങ്ത്തിനെ സൂചിപ്പിക്കുക. ഇപ്പോൾ ഇത് ഒരു ഫോഴ്സാണ്, അതേ ഡയറക്ഷനിലുള്ള മറ്റൊരു ഫോഴ്സ് ആണെങ്കിൽ ഇത് വെക്ടർ F1 ആണ്, ഇത് വെക്ടർ F2 ആണെങ്കിൽ നമുക്ക് പറയാം വെക്ടർ F2ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ F1 ആണ്. ആ ലെങ്ത് കൂടുതലായതുകൊണ്ട് F2 എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് F1നേക്കാൾ കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്ടറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനി നമ്മൾ ഇങ്ങനെ തുടർന്ന് കാണും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വെക്ടർ അഡീഷൻ പഠിക്കണം. രണ്ട് വെക്ടറുകളെ എങ്ങനെ ആഡ് ചെയ്യും, എങ്ങനെ മൈനസ് ചെയ്യും എന്നുള്ളത് ആദ്യം അറിയണം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ്? വെക്ടർ അഡീഷനാണ്. വെക്ടർ അഡീഷൻ പറയണമെങ്കിൽ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ നമുക്ക് ആവശ്യമായി വരും. രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണുക എന്ന് നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്.
അത് പിക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ പിക്ചറിൽ നിന്ന് രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ കാണുന്നത് നോക്കിയാൽ, ഞാൻ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട്, അത് വെക്ടർ എ ആണ്. ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട്, അതാണ് ആര്? വെക്ടർ ബി. ഇവർക്കിടയിലുള്ള ആംഗിൾ കാണണമെങ്കിൽ ഈ രണ്ടാളുകളെയും ചേർത്ത് വെക്കുക. ഞാൻ രണ്ട് വിധത്തിൽ ചേർത്ത് വെക്കാം. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇവർക്കിടയിൽ ഒരു ആംഗിൾ വരും, തീറ്റ. ഇതാണ് വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ പോവാറുണ്ട്. ഇത് രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ അല്ല. രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ അറിയണമെങ്കിൽ ഈ രണ്ടാളുകളെയും ടെയിൽ രണ്ടിടത്തും ഒരേ രീതിയിൽ വെക്കണം. ഇങ്ങനെ. ഇതാണ് വെക്ടർ എ എങ്കിൽ ആ ബിയെ അതേപോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇതാണ് വെക്ടർ ബി. ഇവർക്കിടയിൽ വന്ന ഈ ആംഗിളാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണണമെങ്കിൽ രണ്ട് വെക്ടറുകളെ നിങ്ങൾ ടെയിൽ ഇങ്ങനെ വെക്കണം. ഒന്നുകിൽ ഇത് വെക്ടർ എ ഇങ്ങനെ വരുമ്പോൾ വെക്ടർ ബി ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ രണ്ട് ഹെഡുകളും ഒരേപോലെ വെച്ചാൽ മതി. ഇപ്പോൾ നോക്കിയാൽ ഈ ഹെഡുകളെ ഞാൻ ഈ ബി ഇവിടെ വെക്കുന്നതിന് പകരം കുറച്ചിങ്ങോട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചു. ഇപ്പോൾ ഇവർക്കിടയിൽ വന്ന ഈ ആംഗിൾ തീറ്റ, അത് രണ്ടും ഒരേ ആംഗിളാണ്. അപ്പോൾ ഒന്നുകിൽ ഹെഡുകൾ ഒരു ഭാഗത്ത് വെക്കുക ഒരേ പോയിന്റിൽ, അല്ലെങ്കിൽ ടെയിലുകൾ ഒരേ പോയിന്റിൽ വെച്ചാൽ കിട്ടുന്നതെന്തോ അതാണ് ആര്? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിളുകൾ കാണുക? അത് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്ക് രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാണ് വേണ്ടത്. രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക്. ഒന്ന് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. രണ്ടും ഒരേ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാൻ നമുക്ക് എത്ര മെത്തേഡാണ്? രണ്ട് മെത്തേഡാണുള്ളത്. ഒന്നാരാ? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അടുത്തതോ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. എന്താണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് ചോദിച്ചാൽ, ഇതാണ് വെക്ടർ എ എങ്കിൽ ഇതാണ് വെക്ടർ ബി എങ്കിൽ ഈ രണ്ട് വെക്ടറുകളെ ഒരു പാരലലോഗ്രത്തിൻ്റെ അഡ്ജസൻ്റ് സൈഡുകളായിട്ട് വെക്കുക. അപ്പം ഇതാണ് നമ്മൾ രണ്ട് വെക്ടറുകൾ. അപ്പോൾ ഇതിനെ രണ്ട് പാരലലോഗ്രത്തിൻ്റെ രണ്ട് അഡ്ജസൻ്റ് സൈഡുകളായിട്ട് നമ്മൾ വെച്ചു. ഇതാണ് വെക്ടർ എ. ആ വെക്ടർ ബിയെ രണ്ട് അടുത്തടുത്ത സൈഡുകളായിട്ട് നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം അതുപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെച്ച ആ രണ്ട് വെക്ടറില്ലേ, അതിനിടയിലൂടെ കടന്നു പോകുന്ന ഒരു ഡയഗണൽ ഉണ്ടല്ലോ, ആ ഡയഗണലായിരിക്കും ഇവർ രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്താണ്. ആ ലെങ്ത്തും ഈ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂല വെക്ടർ ആവുമ്പോൾ.
ഇത് ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ എഫക്റ്റ് ഈ ലെങ്ത്തിന് തുല്യമായിരിക്കും. ഇതിൻ്റെ ആ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. ആരാണ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അത് ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂല. ഇതിനെ നമ്മൾ റിസൾട്ടൻ്റ് എന്ന് വിളിക്കും. വെക്ടർ ആർ എന്താ വിളിക്കുക? റിസൾട്ടൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് ഈ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും കൂടെ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഈ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാണണം? പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് കാണണം. അതേപോലെ തന്നെ കിട്ടിയ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താണെന്നും കണ്ടുപിടിക്കണം. ഇതാണ് ആദ്യത്തെ ജോലി. അതിനു മുമ്പ് നമുക്ക് ഡെഫിനിഷൻസ് പറയാം. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാനത് എഴുതുന്നില്ല, പറയും, കേൾക്കുക. If two vectors can be represented by two adjacent sides of a parallelogram, then their resultant will be the diagonal of that parallelogram. എങ്ങനെയാ പറഞ്ഞത്? If two vectors can be represented by the two adjacent sides of a parallelogram, then their resultant will be the diagonal of that parallelogram. ഒന്നും കൂടെ. If two vectors can be represented by the two adjacent sides of a parallelogram, then their resultant will be the diagonal of that parallelogram. അതാണ് നമ്മൾ പിക്ചർ വരച്ച് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പിക്ചറും കൂടെ വരച്ച് കൊടുക്കണം, നേരത്തെ വരച്ചത്. അതിന് നമ്മൾ വീണ്ടും വരക്കും. അപ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അതിൻ്റെ പിക്ചർ വരക്കുക. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് പിക്ചർ വരച്ചു. ഇനി നമ്മൾക്ക് മാഗ്നിറ്റ്യൂഡ് കാണണം, അതേപോലെ തന്നെ എന്ത് കാണണം? അതിൻ്റെ ഡയറക്ഷനും കാണണം. ഇനി നോക്കിയാൽ അത് കാണുന്നതിന് മുമ്പ് ഇതാരായിരുന്നു? വെക്ടർ എ അല്ലേ? ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് നമ്മൾ മോഡ് എ എന്നെഴുതും. എന്തെഴുതും? മോഡ് എ, അല്ലെങ്കിൽ സിംപ്ലി എ എന്നെഴുതും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആരാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ബി എന്ന് പറഞ്ഞാൽ ആരാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ബി എന്ന് എഴുതും നമ്മൾ. ഇനി റിസൾട്ടൻ്റ് വെക്ടർ ഇല്ലേ? ഉണ്ട്. ആ റിസൾട്ടൻ്റ് വെക്ടർ മോഡ് ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ ആർ എന്ന് കാണിക്കും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ്, ബി എന്ന് പറഞ്ഞാൽ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്, ആർ എന്ന് പറഞ്ഞാൽ വെക്ടർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ അതാണ് റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. അത് ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡ് ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ മോഡ് എ പ്ലസ് ബി എന്നെഴുതാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ എന്ന് എഴുതിക്കോളൂ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ. പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ എ പ്ലസ് ബി എന്ന് ഒരിക്കലും എഴുതരുത്, അത് പറ്റൂല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോവാം.
അപ്പോൾ നമ്മൾക്കിതിലെ ഓരോ ആളുകളെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത് എന്നൊക്കെ മനസ്സിലായി. ഒരു കാര്യം കൂടെ നോക്കും. ഇത് നമ്മൾ പറയുന്നതാണ്, ഇത് പെട്ടെന്ന് മനസ്സിൽ വരണം. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഇതൊരു എക്സ് ആണെന്ന് കരുതുക. ഈ ആംഗിൾ തീറ്റയാണ്. ആ എക്സ് ആരാ? ഹൈപ്പോട്ടന്യൂസ് ആവണം. എക്സ് ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഈ സൈഡ് എക്സ് കോസ് തീറ്റ ആയിരിക്കും, ഈ സൈഡ് എക്സ് സൈൻ തീറ്റ ആയിരിക്കും. സൈനും കോസ് കൊടുത്താൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇനി നമ്മൾ സ്ഥിരമായി കാണും. ആ കാണുന്ന സമയത്തൊക്കെ ഇതിനെ പറയാനറിയണം. നോക്കിയാൽ ഇതൊരു എ ആണെങ്കിൽ, ഇത് തീറ്റ ആണെങ്കിൽ ഇതാരാവും? എ കോസ് തീറ്റ. ഇതാരാവും? എ സൈൻ തീറ്റ. തീറ്റയോട് അടുത്തുള്ളത് കോസ്, അതിന് പെർപെൻഡിക്കുലർ സൈന് വരും. നോക്കിയാ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കണ്ടാലുടനെ ഇത് ബി ആണെങ്കിൽ, ഇത് തീറ്റയാണെങ്കിൽ തീറ്റയോട് അടുത്തുള്ളത് ബി കോസ് തീറ്റ, അതിന് പെർപെൻഡിക്കുലർ ബി സൈൻ തീറ്റ. അപ്പം ഇങ്ങനെ നമ്മൾ സൈനും കോസും എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഇനി അത് കിട്ടുന്നത് മനസ്സിലാക്കണോ? നോക്കിയാ, ഇതാണ് ബി എന്ന് കരുതുക, ഇതാണ് തീറ്റ എങ്കിൽ ഇതൊരു എക്സും ഇതൊരു വൈയും ആണെങ്കിൽ എക്സ് ആരാ? ബി കോസ് തീറ്റ എന്ന് കിട്ടണം. അപ്പം നോക്കിയാ, കോസ് തീറ്റ ഈക്വൽ ടു ആരാ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എക്സ് ഈക്വൽ ടു ബി കോസ് തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു ആരാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ വൈ ഈക്വൽ ടു ആരാ? ബി സൈൻ തീറ്റ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കണ്ടാൽ അപ്പോൾ ഉടനെ എങ്ങനെ എഴുതാൻ അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഏത് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് കാണാൻ പോവാണ്. മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നോക്കാം. ഞാൻ രണ്ട് വെക്ടറുകളെ, ഇതാണ് വെക്ടർ എ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എ എന്ന് കാണിച്ചു. ഇതാണ് ആര്? വെക്ടർ ബി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആരാ? ബി ആണ്. ആ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിള് തീറ്റ എന്ന് കാണിക്കാലോ? കാണിക്കാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആരാ? എയുടെ എ ആണ്. വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡോ? ബി ആണ്. അവർക്ക് ഇടയിലുള്ള ആംഗിൾ എത്രയാ? തീറ്റയാണ്. ഇതിൻ്റെ ഒരു പാരലലോഗ്രാം ആക്കി മാറ്റിയാൽ ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പം റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ബി ആണെങ്കിൽ ഈ ലെങ്ത്തും ബി ആവണ്ടേ? ആവണം. ഈ ലെങ്ത് എന്താവണം? ബി ആവണം. ഇത് ലെങ്ത് എ ആണെങ്കിൽ ഈ ലെങ്ത്തും എ ആവണം എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും പബ്ലിക് എക്സാമിന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഈ പിക്ചർ വരക്കുമ്പോൾ അതൊക്കെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് തന്നെ തോന്നണം. ഞാനൊരു അഡീഷണലായിട്ട് ആരവിടെ വെച്ച് പിടിപ്പിച്ചു? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ വെച്ച് പിടിപ്പിച്ചു. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും ആരായിരിക്കും? തീറ്റ. ഇവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വന്നില്ലേ? അത് വന്നാൽ ഇത് ബി ആണെങ്കിൽ ഇതാരായിരിക്കും? ബി കോസ് തീറ്റ. ഇതോ? ബി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് ആണ്. അതാണ് റിസൾട്ടൻ്റ്. ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഞാൻ ആർ എന്ന് കൊടുത്താൽ ഇവിടെ ഒരു വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്.
ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് ഞാൻ പി ക്യു ആർ എന്ന് പേര് കൊടുത്തു. ഈ ഡെറിവേഷൻ ചെയ്യേണ്ടി വരും കേട്ടോ, എക്സാമിന് ചോദിക്കും, ഉറപ്പാണ്. മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക, ഡിറൈവ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പാരലലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് പിക്ചർ അടക്കം ഒന്ന് വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡെറിവേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോന്നും അടയാളപ്പെടുത്തുന്നത് നോക്കണം. എന്നിട്ട് ഈ വലിയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇല്ലേ, ഫ്രം ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പി ക്യു ആർ, നമുക്ക് ഈ ലെങ്താ കിട്ടേണ്ടത്. അത് ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു എന്തെഴുതാം? പൈതഗോറസ് തിയർ ഉപയോഗിച്ചിട്ട് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ലെങ്ത് ആരാ? വേണമെങ്കിൽ നമ്മൾക്ക് പി ക്യു എന്ന് എഴുതാം അല്ലേ? ആ ലെങ്ത് പി ക്യു ആണ്. പി ക്യു ഈക്വൽ ടു ഇതാരാ? പി ആർ സ്ക്വയർ പ്ലസ് ആരാ? ക്യു ആർ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഓരോ ആളുകളെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ക്യു എന്ന് പറഞ്ഞാൽ ആരാ? ആറാണ്. പി ക്യു എന്ന് പറഞ്ഞാൽ ആരാണ്? ആറാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് പി ആർ എന്ന് പറഞ്ഞാൽ എയും ബി കോസ് തീറ്റയും കൂടെ കൂടിയതാണ്. അപ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ക്യു ആർ എന്ന് പറഞ്ഞാൽ ആരാ? ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് സോൾവ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു നോക്കിയാ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഈ എ പ്ലസ് ബി കോസ് തീറ്റ എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി കോസ് തീറ്റൻ്റെ സ്ക്വയർ ആരാ? ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇതിൻ്റെ സ്ക്വയറോ? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ബി സ്ക്വയർ കോമൺ എടുത്താൽ നോക്കിയാ, ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോമൺ എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അതെത്രയാ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പം നമുക്ക് നോക്കിയാ, റൂട്ട് ഓഫ് എ സ്ക്വയർ വരും. ഇവിടെ ബി സ്ക്വയർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? പാരലലോഗ്രാം ലോയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പാരലലോഗ്രാം ലോയിൽ നിന്ന് ഈ ഡെറിവേഷൻ ചോദിക്കും. അത് ചോദിക്കണ സമയത്ത് എന്ത് ചെയ്യണം? ഈ പിക്ചറുകൾ വരച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ഇതിനെക്കുറിച്ചാണ് വിശദീകരിച്ച് പറയാൻ പോകുന്നത്. ഇതിൽ എ എന്ന് പറഞ്ഞാൽ ആരാ? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ബി എന്ന് പറഞ്ഞാൽ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. തീറ്റ എന്ന് പറഞ്ഞാലോ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ. എവിടുന്ന് കിട്ടുന്നത്? പാരലലോഗ്രാം ലോയിൽ നിന്ന്. ആ റിസൾട്ടൻറ്റിൻ്റെ എന്താണിത്?
മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക. ഇത് എക്സാമിന് നിർബന്ധമായും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളോട് ഈ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഡെറിവേഷൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിക്കേണ്ടത്, ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡയറക്ഷനാണ് കാണാൻ പറഞ്ഞതെങ്കിൽ, അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആ റിസൾട്ടൻ്റ് ഒരു വെക്ടർ, ഏതെങ്കിലും തന്ന ഒരു വെക്ടറുമായിട്ട് എന്ത് ആംഗിളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അറിയേണ്ടത്. നോക്കിക്കോട്ടോ, നമുക്ക് ആ ഒരു ആദ്യം ഇതിൽ രണ്ടിലും സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ, ആ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡയറക്ഷൻ കാണാൻ പറഞ്ഞാൽ രണ്ടിലും നമ്മൾ പിക്ചർ വരച്ചു കൊടുക്കണം. അപ്പോൾ നോക്കിയാൽ ആദ്യം നമ്മൾ പിക്ചർ വരയ്ക്കണം. ഇതാണ് ആര്? വെക്ടർ എ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എ എന്നെഴുതിയത്. ഇതാണ് ആര്? വെക്ടർ ബി. വെറുതെ ബി എഴുതിയാൽ ആ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഇത് നമ്മളൊരു പാരലലോഗ്രാം ആക്കി മാറ്റിയാൽ നമുക്കറിയാം, ഈ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണ് ആര്? തീറ്റ. ഇതാണ് റിസൾട്ടൻ്റ് എങ്കിൽ ഇത് ആറാണെന്നിരിക്കട്ടെ. ഈ ആറ് എയുമായിട്ട് ആൽഫ എന്ന ആംഗിൾ ഉണ്ടാക്കുന്നുവെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? വെക്ടർ എയിൽ നിന്ന് ആൽഫ ആംഗിൾ തിരിഞ്ഞിട്ടാണ് റിസൾട്ടൻ്റ് ഇരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ആൽഫ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കിട്ടി എന്നർത്ഥം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മേക്ക് ചെയ്യുകയാണ്. അങ്ങനെ മേക്ക് ചെയ്തപ്പോൾ നോക്കിയാൽ ഇത് ബി ആണെങ്കിൽ ഇതാരായിരുന്നു? ബി ആണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതാരായിരുന്നു? ബി കോസ് തീറ്റ. തീറ്റയോട് അടുത്തുള്ളത് കോസ്, അതിന് പെർപെൻഡിക്കുലർ ആരാ? ബി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കാം. നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പോലെ പി ക്യു ആർ. അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഏതാത്? പി ക്യു ആർ. അതിൽ നിന്ന് ടാൻ ആൽഫ കണ്ടുനോക്കിയ ടാൻ ആൽഫ ഈക്വൽ ടു, ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് ആരാ? ക്യു ആർ ആണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? അത് ക്യു ആർ ആണ്. ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ആരാ? അത് പി ആർ ആണ്. ഈ ക്യു ആർ എന്ന് പറഞ്ഞാൽ ആരാ? ബി സൈൻ തീറ്റ. ഡിവൈഡഡ് ബൈ ഇതാരാ? എ പ്ലസ് ബി കോസ് തീറ്റയാണ്. ഇതാണ് ടാൻ ആൽഫ കാണാനുള്ള ഈക്വേഷൻ. അപ്പോൾ നോക്കിയാ ടാൻ ആൽഫ ഈക്വൽ ടു എന്താ കിട്ടിയത്? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതാണ് നമുക്ക് ഡയറക്ഷൻ കാണാനുള്ള ഈക്വേഷൻ. അപ്പോൾ ഇത് നല്ലവണ്ണം ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. എന്നിട്ട് ആ ഈക്വേഷൻ പഠിക്കുക ടാൻ ആൽഫൻ്റെ. ഞാൻ ഒന്നും കൂടെ അത് പറയുകയാണ്. നോക്കിയാ പിക്ചറിൽ വരുത്തുന്ന മാറ്റം നോക്കിക്കോട്ടോ. ഇതാണ് ബി, ഇതാണ് എ. പാരലലോഗ്രാം ആക്കിയാൽ ഇതാണ് റിസൾട്ടൻ്റ് വരിക. ആ റിസൾട്ടൻ്റ് ബിയുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ എങ്കിൽ, അപ്പോൾ നോക്കിയാൽ ടാൻ ആൽഫ അത് ആരുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ്? ബിയുമായിട്ടാണ്. ബിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിൽ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ എന്നാണ് വരിക.
അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മൾക്ക് ആ ലെറ്ററുകൾ തന്ന് മാറിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് നമ്മളെ ആൻസർ മാറിപ്പോകരുത്. വേറെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ ഒന്ന് പിയും അടുത്തത് ക്യൂ ആണ്, പാരലലോഗ്രാം ആക്കി. ഇതാണ് റിസൾട്ടൻ്റ്. ആ റിസൾട്ടൻ്റ് പിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ. ആരുമായിട്ടാ? പിയുമായിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് കോസ് തീറ്റ. ഇതാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ നമ്മൾ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഓരോ ഇക്വേഷൻസ് ഓർത്ത് വെക്കട്ടോ. എന്തായിരുന്നു റിസൾട്ടൻറ്റ് കാണാൻ? √(a² + b² + 2ab cos θ. ആ ഡയറക്ഷൻ കാണാനുള്ള ആംഗിൾ കാണാനോ എന്ന് പറഞ്ഞാൽ tan α കാണാൻ tan α എയുമായിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ b sin θ ഡിവൈഡഡ് ബൈ a + b cos θ. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ട്രിഗണോമെട്രിക് വാല്യൂസ് അറിയണം. ട്രിഗണോമെട്രിക് വാല്യൂസ് അറിയുമ്പോൾ അത് ഇനി നമ്മൾക്ക് പല ചാപ്റ്ററിൽ വരും. നിങ്ങൾ ചങ്സ് സിനിമയിലെ എ ഫോർ അനുരാധ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അത് ഇവിടെ നമ്മൾക്ക് ആവശ്യമാണ്. ട്രിഗണോമെട്രിക് വാല്യൂസിൻ്റെ സൈന് അതിതാ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇതാണ് തേർഡ് ക്വാഡ്രൻറ്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇപ്പം തൽക്കാലം എനിക്ക് വേണ്ടത് ഇവിടെ എല്ലാ ആളുകളും പോസിറ്റീവാണ്. സൈന്, കോസ്, ടാന് ഇതെല്ലാം പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഇവിടെ മുതൽ ഇതുവരെ ഏത് ആംഗിളാണ് വരിക? 0 മുതൽ 90 വരെ സൈന്, കോസ്, ടാന് ഇതിൻ്റെ എല്ലാം വാല്യൂസ് എന്താണ്? പോസിറ്റീവാണ്. അതെന്ന് മാത്രമല്ല എല്ലാത്തിൻ്റെയും പോസിറ്റീവാണ്. ഓൾ പോസിറ്റീവാണ്. സൈന്, കോസ്, ടാൻ എന്ന് പഠിക്കേണ്ട എല്ലാം പോസിറ്റീവാണ്. 0 മുതൽ 90 വരെ എല്ലാത്തിൻ്റെയും വാല്യൂ എന്താണ്? പോസിറ്റീവാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വന്നാൽ നോക്കിയാൽ ആംഗിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്ത് ഇതുവരെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 90യേക്കാൾ കൂടി 180ൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ സൈനാണ് പോസിറ്റീവ് വരുള്ളൂ. ആരാ വരിക? സൈനാണ് പോസിറ്റീവ് വരിക. സൈനും അതേപോലെ തന്നെ കൊസീക്കും. കൊസീക്ക് നമ്മൾക്ക് നോക്കണമെന്നില്ല, സൈൻ എന്താണ്? പോസിറ്റീവാണ്. ഇനി നോക്കിയാൽ ആംഗിള് കൂടിക്കൂടി വന്ന് തേർഡ് ക്വാഡ്രൻറ്റിൽ എത്തിയെന്ന് വിചാരിക്കുക. തേർഡ് ക്വാഡ്രൻറ്റിൽ എത്തിയാൽ ഇവിടെ നിന്നിട്ടുള്ള ആംഗിള് 180 മുതൽ 270 വരെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് വരിക ഏതാണെന്നറിയോ? ടാന് നെഗറ്റീവ് ആയിരിക്കും, ടാന് പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. ടാന് പോസിറ്റീവാണ്, ബാക്കിയൊക്കെ എന്താണ്? നെഗറ്റീവാണ്. ഇനി ആംഗിൾ വന്ന് നോക്കിയാൽ 270 കഴിഞ്ഞ് 360ൻ്റെ ഇടയിൽ വന്നാൽ ഇവിടെ നിന്നിട്ട് ഫോർത്ത് ക്വാഡ്രൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോസും സീക്കും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താ അറിയോ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ 0 മുതൽ 90 വരെ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കണ്ടെന്നാൽ 90 മുതൽ 180 വരെ ആണെങ്കിൽ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ ആരാണ്? നെഗറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസാണ് 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള വാല്യൂ ആണ് ഞാൻ പഠിപ്പിക്കുന്നത് സൈനിൻ്റെ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇവിടെ തീറ്റൻ്റെ ആവശ്യങ്ങൾ വരും. അപ്പോൾ നോക്കിയാൽ ആദ്യം 0 ഡിഗ്രി ഇത് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മൾക്ക് ആവശ്യം വരിക 30 ഡിഗ്രി, പിന്നെ ആവശ്യം വരുന്നത് 45 ഡിഗ്രി, പിന്നെ ആവശ്യം വരുന്നത് 60 ഡിഗ്രി, പിന്നെ ആവശ്യം വരുന്നത് 90 ഡിഗ്രി. ഈ വാല്യൂസൊക്കെ കാണാതെ അറിയൽ നിർബന്ധമാണ്. പിന്നെ വരുന്നത് 125 ഡിഗ്രി, പിന്നെ വരുന്നത്
125 അല്ല 120 ഡിഗ്രി. പിന്നെ വരുന്നത് 135 ഡിഗ്രി. പിന്നെ നമുക്ക് 150 ഡിഗ്രി. പിന്നെ വരുന്നത് 180 ഡിഗ്രി. ഇത്രയും ആളുകളുടെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൈൻ 0 നോക്കാം. സൈൻ 0ൻ്റെ വാല്യൂ വരുന്നത് 0 ആണ്. സൈൻ 0ൻ്റെ വാല്യൂ എത്രയാണ്? 0. സൈൻ ആണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതൊക്കെ ആരായിരിക്കും? സൈനാണ്. പിന്നെ പറയുന്നതൊക്കെ കോസാണ്, പിന്നെ ടാൻ ആണ്. അപ്പോൾ നോക്കിയാൽ ഞങ്ങൾ സൈൻ 0 എത്രയാ? 0 ആണ്. സൈൻ 30 എത്രയാ? സൈൻ 30 വരുന്നത് 1/2 ആണ്. സൈൻ 45 എത്രയാ? 1/√2 ആണ്. സൈൻ 60യോ? √3/2 ആണ്. സൈൻ 90യോ? 1 ആണ്. ഇത് നിങ്ങൾക്ക് വാല്യൂ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? സൈന് പോസിറ്റീവാണ്. അപ്പോൾ എല്ലാത്തിനും പോസിറ്റീവ് വാല്യൂ ആണ് സൈനിന് വരിക അല്ലേ? സൈനിൻ്റെ വാല്യൂകൾ പോസിറ്റീവാണ് 190യേക്കാൾ കൂടിയാലും 180 വരെ. ഇനി സൈൻ 120 അല്ലേ വേണ്ടത്? 120 180 കുറക്ക്. അപ്പോൾ എത്രയാ? 60. സൈൻ 60ൻ്റെ വാല്യൂ പറഞ്ഞാൽ മതി. എത്രയാ? √3/2. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾ 180 കുറച്ച് പറയാം. 135 180 കുറക്ക്. അപ്പോൾ എത്രയാ? 45. 45ൻ്റെ വാല്യൂ എത്രയാ? 1/√2. 150 180 കുറക്ക്. 30. സൈൻ 30ൻ്റെ വാല്യൂ എത്രയാ? 1/2. 180 180 കുറക്ക്. അപ്പോൾ 0. സൈൻ 0 എത്രയാ? 0. അപ്പോൾ ഈ 90ൻ്റെ അപ്പുറത്തുള്ള വാല്യൂ കാണാൻ ഞാനത് 180 കുറച്ചിട്ടുള്ള ആംഗിൾ നോക്കും. ആ ആംഗിളിൻ്റെ വാല്യൂ പറഞ്ഞാൽ മതി. അതിന് സൈന് പോസിറ്റീവാണ്. ഇനി അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്യുക, പക്ഷെ സൈനിലാണ് മാറ്റം വരിക. അപ്പോൾ കോസ് 0 എത്രയാ? കോസ് 0 1 ആണ്. ശ്രദ്ധിക്കണം, ഇതെന്നെ അറിയാതിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഇപ്പോഴല്ല, +2 എത്തിയിട്ടും അത് തെറ്റിക്കും. കോസ് 0 1 ആണ്. കോസ് 30യോ? √3/2 ആണ്. കോസ് 45ഓ? 1/√2. കോസ് 60യോ? 1/2. കോസ് 90യോ? 0. കോസ് 120. ഇനിയുള്ള ഒക്കെ സൈന് നെഗറ്റീവാണ്. കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിൻ്റെ വാല്യൂ നെഗറ്റീവാണ്, സൈന് മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കിയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ 120 കാണുമ്പോൾ 180 കുറക്കുക. അപ്പോൾ 180 കുറച്ചാൽ 60. 60ൻ്റെ വാല്യൂ എത്രയാ? 1/2. അതിൻ്റെ സൈനോ? -ആണ്. 135 180 കുറക്ക്. അപ്പോൾ 45. 45ൻ്റെ എത്രയാ? 1/√2. അതിൻ്റെ സൈനോ? നെഗറ്റീവാണ്. 150 180 കുറക്ക്. 30. 30ൻ്റെ വാല്യൂ എത്രയാ? √3/2. സൈൻ ആരാ? നെഗറ്റീവാണ്. 180 180 കുറക്ക്. അപ്പോൾ എത്രയാ? 0. കോസ് 0 എത്രയാ? 1. അതിൻ്റെ സൈനോ? -1 ആണ്. ഇതേപോലെ ടാനിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ടാൻ 0 എത്രയാ? 0. ടാൻ 30യോ? 1/√3. ടാൻ 45ഓ? 1. ടാൻ 60യോ? √3. ടാൻ 90യോ? ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി 90ൻ്റെ മുകളിൽ പോയി 120ൻ്റെതാണ് അറിയേണ്ടത്. 180 കുറച്ചാൽ 60. ടാൻ 60 എത്രയാ? √3. അതിൻ്റെ സൈനോ? നെഗറ്റീവാണ്. കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ടാൻ 135ഓ? 180 കുറച്ചാൽ 45. അപ്പോൾ 1. അതിൻ്റെ സൈനോ? -ആണ്. അടുത്തത് 150 കുറച്ചാൽ 30.
1/√3 മൈനസ് ആണ്. 180 കുറച്ചാൽ 0. 180 മൈനസ് 180 0. ടാൻ 0 എത്രയാ? 0. അതിന് പിന്നെ സൈന് വേണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങളൊരു 3-4 പ്രാവശ്യം കണ്ട് ഇത് എഴുതിയെടുത്തിട്ട് ഈ ഒരു വാല്യൂസ് എന്ത് ചെയ്യണം? പഠിക്കണം. ഇതെപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം. അത് നമ്മൾക്കിനി പ്രോബ്ലത്തിൽ വരും. അപ്പോൾ നോക്കിയാൽ ഞങ്ങൾ ഇനി നമ്മൾ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ. അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസുകളാണ് പറയാൻ പോകുന്നത്. സ്പെഷ്യൽ കേസുകളിൽ നോക്കിയാൽ ഒന്നാമത്തത് കേസ് 1. 2 വെക്ടറുകളുണ്ട്. ആ 2 വെക്ടറുകൾ ഇങ്ങനെയാണ്. രണ്ടും ഇതേ രീതിയിലാണ്. ഇതാണ് എ, ഇതാണ് ബി. ഇതിലേതാ വലുത്? എ ആണ് വലുത്. ഒന്നാമത്തെ കാര്യം, സെയിം ഡയറക്ഷനിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഒന്നിന് മുകളിൽ വെച്ചാൽ, ഒരേ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ വെച്ചാൽ എത്രയാ ആംഗിൾ വരിക? 0 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് 2 വെക്ടറുകളെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിള് 0 ആണെന്ന് മനസ്സിലാക്കാം. ആംഗിള് 0 ആണെങ്കിൽ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തീറ്റ കിട്ടിയിട്ടുണ്ട്. റിസൾട്ടൻ്റ് കാണുമ്പോൾ √(a² + b² + 2ab cos θ) എന്നാണ് ഇക്വേഷൻ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ഞാൻ എൻട്രൻസ് ഇപ്പോൾ പറയുന്നില്ല. എൻട്രൻസിൻ്റെ വീഡിയോ വേറെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ തിയറി നോക്കിയാൽ മതി. നോക്കണം. അപ്പോൾ തീറ്റ എന്താണ്? 0 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ്റെ ആൻസർ വരിക a² + b² + 2ab cos 0. എത്രയാ cos 0 വന്നത്? 1 ആണ്. ഇനി നോക്കി ഞങ്ങൾ ഇത് രണ്ടും നമ്മൾ a² + b² + 2ab √(a + b) ഹോൾ² എന്നെഴുതി കൂടെ എഴുതാം. a + b ഹോൾ² റൂട്ട് ആരാ? അത് a + b എന്നല്ലേ കിട്ടുക? ആണ്. റിസൾട്ടൻ്റ് ഈക്വൽ ടു a + b. നമ്മൾ പറഞ്ഞിരുന്നില്ലേ റിസൾട്ടൻ്റ് ഒരിക്കലും a + b എന്ന് എഴുതരുത് എന്ന്. a + b എഴുതിയാൽ ശരിയാവും എപ്പോൾ മാത്രം ഈ 2 വെക്ടറുകളും സെയിം ഡയറക്ഷനിലാണെങ്കിൽ. സെയിം ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ആയതുകൊണ്ടാണ് റിസൾട്ടൻ്റ് കാണാൻ ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. ആൻസർ a + b ആയിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ എന്ത് ചെയ്യും? നമ്മളെ പ്രോബ്ലംസിൽ വരും. എന്നിട്ട് നമ്മൾ a + b എടുത്ത് എല്ലായിടത്തും a + b എടുക്കും. അങ്ങനെ പറ്റൂല. വെക്ടർ ആവുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ a + b എന്ന ആൻസർ എഴുതാൻ പറ്റണമെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാവണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇതൊരു 100,000 പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടാവും. ഇതെപ്പോഴും എഴുതാൻ പറ്റുക? ഒരേ ഡയറക്ഷനിലാവുമ്പോൾ മാത്രമല്ലേ. ഇത് ഒരേ ഡയറക്ഷനാണോ? അല്ല. പിന്നെ എന്താ അങ്ങനെ എഴുതിയ? അന്തും മുട്ടിങ്ങനെ നിൽക്കും. അത് ചെയ്യരുത്. അപ്പോൾ a + b എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ ആ 2 വെക്ടറുകളും സെയിം ഡയറക്ഷനിലാവണം. എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എത്രയാവണം? 0 ആവണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, രണ്ടാമത്തെ കേസ് നോക്കാം. കേസ് 2. കേസ് 2-ൽ സംഭവിക്കുന്നത് ഒരു വെക്ടർ ഇതാ ഇങ്ങനെയാണ്. ആരാ അതിൽ വലുത്? എ ആണ്. ഇതാണ് ബി. ബി ചെറുതാണ്. ഇങ്ങനെ 2 വെക്ടറുകൾ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിള് 180 ഡിഗ്രിയാണ്. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്.
ഇനി നമ്മൾ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 180 എന്നാണ് വരിക. കോസ് 180ൻ്റെ വാല്യൂ എത്രയായിരുന്നു? -1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ -1 അവിടെ വരുമ്പോൾ -2ab എന്നാവും. അങ്ങനെയാണെങ്കിൽ ഇത് റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇതിൻ്റെ വാല്യൂ വരിക പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ എ മൈനസ് ബി എന്നാണ് കിട്ടുക. പ്ലസ് ഓർ മൈനസ് എ മൈനസ് ബി ആണ് വരേണ്ടത് അല്ലേ? പക്ഷേ ഇതിൽ എ ആണ് വലുത്. അപ്പോൾ എയിൽ നിന്ന് ബി കുറച്ചാൽ എ മൈനസ് ബി കിട്ടി. അത് എയുടെ ഡയറക്ഷനിലായിരിക്കും. ശ്രദ്ധിക്കുക ആ പോയിന്റ് കേട്ടോ. അപ്പോൾ നോക്കിയാ റിസൾട്ടൻ്റ് എ മൈനസ് ബി ചെയ്താൽ മതി, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. എന്ത് കാണുമ്പോൾ രണ്ട് വെക്ടറുകളും ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഇതാണ് എ ഇതാണ് ബി എങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി എങ്ങനെയായിരിക്കും? ഇതാണ് എ മൈനസ് ബി. എന്താ അത് വരാൻ കാരണം? എ ആണ് വലുത്, അതറിയണം. ഇപ്പം നോക്കിയാ ഇങ്ങനെയാണ് രണ്ട് വെക്ടർ എന്ന് കരുതുക. ഇതാണ് ബി, ഇതാണ് എ എങ്കിൽ ഇവിടെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടാ വരിക. അതാരാ? ബി മൈനസ് എ. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ബി മൈനസ് എ എന്നുള്ള റിസൾട്ടൻ്റ് വരിക, അല്ലെങ്കിൽ എ മൈനസ് ബി. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചത് റിസൾട്ടൻ്റ് ഈക്വൽ ടു എ പ്ലസ് ബി എപ്പോഴാണ് കിട്ടുക, റിസൾട്ടൻ്റ് ഈക്വൽ ടു എ മൈനസ് ബി എപ്പോഴാണ് കിട്ടുക. എ പ്ലസ് ബി കിട്ടണമെങ്കിൽ രണ്ടാളുകളും ഒരേ ഡയറക്ഷനിലാവണം. എ മൈനസ് ബി കിട്ടണമെങ്കിൽ രണ്ടാളുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവണം. അപ്പോൾ നമ്മൾ രണ്ട് കേസുകൾ പഠിച്ചു. ഇനി നോക്കൂ, മൂന്നാമത്തെ കേസാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ കേസിൽ രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലറാണ്. ഇതാണ് എ, ഇതാണ് ബി എങ്കിൽ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 90 എന്നാണ് വരിക. എത്രയാ കോസ് 90? കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നോക്കിയാ ഇങ്ങനെയാണ് രണ്ട് വെക്ടറുകളെങ്കിൽ, ഇതാണ് എ ഇതാണ് ബി, രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടൻ്റ് ആരാ? എ പ്ലസ് ബി ആണ്. അടുത്ത കേസ് നോക്കിയാ ഇങ്ങനെയാണ് ഒരു വെക്ടർ എ, ഇങ്ങനെയാണ് ഒരു വെക്ടർ ബി എങ്കിൽ റിസൾട്ടൻ്റ് ഈക്വൽ ടു ആരാ? എ മൈനസ് ബി ആണ്. നോക്കൂ അടുത്ത കേസ് എന്താ പറഞ്ഞേ? ഒരു വെക്ടർ ഇതാ ഇങ്ങനെ ബി, ഒരു വെക്ടർ ഇതാ ഇങ്ങനെ എ ആണെങ്കിൽ റിസൾട്ടൻ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. അപ്പം 3 കേസുകൾ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസുകൾക്ക് മറ്റൊരു പ്രത്യേകതകൾ കൂടെ ഉണ്ട്, നോക്കണം കേട്ടോ. കേസ് 4 ആണ്. എ എന്ന് പറയുന്ന ആള് മാഗ്നിറ്റ്യൂഡ് ബിക്ക് ഈക്വൽ ആണ്. ആ ഈക്വലായ മാഗ്നിറ്റ്യൂഡിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു, വെറുതെ വിളിച്ചതാണ്. രണ്ടും ഒരു എന്നെന്ത് വിളിക്കും? എഫ് എന്ന് വിളിക്കും. ബി എയും എഫ് എന്ന് വിളിക്കും. അങ്ങനെ ഈക്വൽ ആണ്, ഈക്വൽ വെക്ടേഴ്സ് ആവണം. ഇനി ഇതിൻ്റെ ആൻസർ കൊണ്ടുപോയിട്ട് അൺഈക്വൽ വെക്ടേഴ്സിൻ്റെ ആൻസർ ആയിട്ട് എഴുതും. അങ്ങനെ എഴുതരുത്. നോക്കും, ഇവിടെ ഒരു വെക്ടർ ആരാ? എഫ് ആണ്. അടുത്ത വെക്ടർ ആരാ?
അതും എഫ് തന്നെയാണ്. അവർക്കിടയിലുള്ള ആംഗിള് 60 ഡിഗ്രിയാണ്. എത്രയാണ്? 60 ഡിഗ്രി. ഇവരുടെ റിസൾട്ടൻ്റ് എങ്ങനെയാ വരിക? ഇങ്ങനെ ഇതിനിടയിൽ കൂടിയാണ് ഉണ്ടാവുക. ആ റിസൾട്ടൻ്റ് √3f എന്നായിരിക്കും ആൻസർ വരിക. എഫ് എത്രയാണോ അതിൻ്റെ √3 ടൈംസ് ആയിരിക്കും റിസൾട്ടൻ്റ് വരിക. കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 6 കാണാനുള്ള ഇക്വേഷൻ √a² + b² + 2ab cos θ എന്നല്ലേ ആണ്. ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു √a² അവിടെ f² പ്ലസ് b² അവിടെ f² പ്ലസ് 2a അവിടെ എഫ്, ബിൻ്റെ അവിടെ എഫ്. അപ്പോൾ വീണ്ടും f² വന്ന് കോസ് 60 എത്രയാ? 1/2. അപ്പോൾ ഈ 2 പോയി. എത്ര f² റൂട്ടിനകത്തുള്ളത്? 3 f² ആണ്. ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √3f എന്നല്ലേ ആൻസർ കിട്ടുക? ആണ്. അപ്പോൾ √3f ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. √3f ആണ് ഇതിൻ്റെ ആൻസർ കിട്ടിയത് അല്ലേ? അപ്പോൾ നോക്കിയാ എന്തായിരുന്നു കണ്ടീഷൻ? ഒരാൾ എഫ് ആണെങ്കിൽ അടുത്ത ആളും എഫ് തന്നെയാണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ വെക്ടേഴ്സ് ആണോ? അല്ല. പിന്നെ എന്താ ഈക്വൽ ആയത്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഈക്വൽ ആയത്. മറ്റൊരു പ്രത്യേകത, ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാ? 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റിസൾട്ടൻ്റ് ഇതാ എത്രയായിരിക്കും എന്നാ കിട്ടിയത്? √3f ആയിരിക്കും. നിങ്ങൾ എന്ത് തെറ്റ് വരുത്തുന്നാ ഞാൻ പറഞ്ഞത്? ഇത് എ ആണ്, ഇതാരാണ്? ബി ആണ്. ഇവർക്കിടയിലുള്ള ആംഗിൾ 60 എന്ന് പറഞ്ഞാൽ അപ്പോത്തിന് √3f. അങ്ങനെ പറ്റൂല, ഇത് തെറ്റാണ്. ആ √3f എന്ന് ആൻസർ കിട്ടണമെങ്കിൽ രണ്ട് വെക്ടറും ഈക്വൽ ആവണം എന്ന് മാത്രമല്ല, അവർക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആവണം. കേസ് 5 നോക്കും. രണ്ട് വെക്ടറുകളും ഈക്വൽ ആണ്. ഒരാള് എഫ് ആണ്, അടുത്ത ആളും എഫ് ആണ്. ഇടയിലുള്ള ആംഗിളോ 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ആള് √2f ആയിരിക്കും ആൻസർ കിട്ടുക. റിസൾട്ടൻ്റ് എത്രയാ വരിക? √2f ആയിരിക്കും. നോക്കാം. റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ √a² അവിടെ f² പ്ലസ് f² പ്ലസ് 2ab അതും f² കോസ് 90 എന്നാ വരിക. കോസ് 90 എത്രയാ? 0. അപ്പോൾ 2f² × 0 പോയി. പിന്നെ ആരാ ബാക്കി വരിക? √f² പ്ലസ് f². അതെത്രയാ? 2f² അല്ലേ? അപ്പോൾ 2f². അതിൻ്റെത് വരിക √2f എന്നാണ്. അപ്പോൾ രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണ്, അവർക്കിടയിലുള്ള ആംഗിള് 90 ഡിഗ്രിയുമാണെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? √2f ആയിരിക്കും. √2f ആണ് വരിക. ഇത് ഈ സമയത്ത് നിങ്ങൾ എഴുതാൻ പറ്റൂല. എങ്ങനെ? ഇത് എ എന്ന് തന്നു, ഇത് ബി എന്ന് തന്നു, 90 ആണല്ലോ, അപ്പോൾ √2f എന്ന്. അങ്ങനെ പറ്റുമോ? ഇല്ല. അത് കിട്ടാൻ കാരണം അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ്. അപ്പം 90 ആണെങ്കിൽ രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് √2f ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേസ് 6 വരുന്നത്. വെരി ഇമ്പോർട്ടൻ്റ്. നോക്കൂ, ഒരു വെക്ടർ എഫ് ആണ്, അടുത്ത വെക്ടറും എഫ് ആണ്, പക്ഷെ അവർക്കിടയിലുള്ള ആംഗിള് 120 ഡിഗ്രിയാണ്. എത്രയാണ്? 120. അപ്പോൾ അത് ഇങ്ങനെ വരക്കാനേ പറ്റുള്ളൂ. എന്തേ കാരണം?
120 ആംഗിൾ കിട്ടണം. എന്നിട്ട് നമ്മൾ ഒരു പാരലലോഗ്രാം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയാ പാരലലോഗ്രാം വരിക. ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇതായിരിക്കും വരിക. ഇതാരാ എഫ് ആണ്, ഇതാരാ എഫ് ആണ്, റിസൾട്ടൻറ്റും എഫ് ആയിരിക്കും. ആംഗിൾ എത്രയാ പറഞ്ഞത്? 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് 2f സ്ക്വയർ ഇൻറ്റു കോസ് 120 എത്രയാണെന്നറിയോ? -1/2 ആണ്. -1/2 ആണെങ്കിൽ ഈ 2 കട്ട് ചെയ്തു പോയി. പിന്നെന്താ അവിടെ വരിക? റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് എഫ് സ്ക്വയർ എന്നാ വരിക. അതിൽ ഈ എഫ് സ്ക്വയറും പോയി. അപ്പം റൂട്ട് എഫ് സ്ക്വയർ അല്ലേ ബാക്കി? അതിൻ്റെ ആൻസർ എത്രയാണ്? എഫ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കേസുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ കേസുകൾ പറഞ്ഞത്? അൺഈക്വൽ വെക്ടേഴ്സ് ആണ്, പക്ഷേ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് a+b ആണ്. അടുത്ത കേസ് നോക്കിയ അൺഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ് എങ്കിൽ റിസൾട്ടൻ്റ് ആരാ? a-b. ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടാ വരിക. ഇതാണ് 6. ഇതിൻ്റെ റിസൾട്ടൻ്റോ ഇങ്ങോട്ടാ വരിക. അതാണ് a-b. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ എന്താ വന്നത്? ഇതാണ് a, ഇതാണ് b എങ്കിൽ റിസൾട്ടൻ്റ് ഇങ്ങനെയാ വരിക. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അതാണ് റിസൾട്ടൻ്റ്. ഇനി ഈക്വൽ ആവുന്ന കേസുകളാണ്. ഇതാണ് എഫ്, ഇതാണ് മറ്റൊരു എഫ് അല്ലേ? 60 ഡിഗ്രി വന്നാൽ ഇതാണ് റൂട്ട് 3f വരിക. ഇനി 90 ഡിഗ്രി ആണെങ്കിൽ ഇതാണ് എഫ്, ഇതാണ് എഫ്, ഇതാണ് റിസൾട്ടൻ്റ് വരിക. എത്രയാ? റൂട്ട് 2f ആണ്. ഇനി ഇതാണ് എഫ്, ഇതാണ് ഒരു എഫ്, ആംഗിള് 120 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റും ആരാ? എഫ് തന്നെയാ വരിക. ഇത്രയും കേസുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, റിസൾട്ടൻ്റിൻ്റെ വാല്യൂ R എന്ന് പറയുന്ന ആള് ആംഗിൾ പല വിധത്തിൽ വരാം അല്ലേ? ആംഗിൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ടൻ്റിൻ്റെ വാല്യൂ മാറും. അപ്പം ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഏതിനിടയിലാണ് വാല്യൂ വരിക നോക്കാം. റിസൾട്ടൻ്റിൻ്റെ വാല്യൂ ഏറ്റവും ചെറുതാവുകയാണെങ്കിൽ a-b വരാം. അതിന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടാം. മാക്സിമം വന്നാൽ അത് a+b വരെ എത്താം, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാവാം. a-bയോ a+bയോ അല്ലെങ്കിൽ അതിനിടയിലുള്ള വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ a എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്, b എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. ഇവർക്കിടയിലുള്ള ആംഗിൾ ഏതാണെന്നറിയില്ല. ഇതിൻ്റെ റിസൾട്ടൻ്റ് എപ്പോഴും 2 8 അല്ലെങ്കിൽ അതിനിടയിലോ ആണ് വരിക. 2-നേക്കാൾ കുറവുള്ള ഒരു ആൻസർ അത് പോസിബിൾ അല്ല. 8-നേക്കാൾ കൂടുതലുള്ള ഒരു ആൻസർ അതും പോസിബിൾ അല്ല. ഇതാണ് നമ്മൾ കേസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്ന് കരുതുക. നോക്കിക്കോട്ടോ, നമുക്ക് ആദ്യം ഒരു ഫോഴ്സ് വെക്ടർ ഉണ്ട്, അതിനെ F1 എന്ന് കൊടുത്തു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു 20 ന്യൂട്ടൺ ആണ്. അടുത്ത ഒരു വെക്ടർ ഉണ്ട്,
F2. അത് ഒരു 30 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഇവർക്കിടയിലുള്ള ആംഗിള് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് എത്രയാ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എന്താ റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ? R ഈക്വൽ ടു റൂട്ട് ഓഫ് ഒരാളാരാ 20 സ്ക്വയർ, അടുത്തതോ 30 സ്ക്വയർ, അടുത്തത് 2AB അല്ലേ, 2 ഇൻറ്റു 20 ഇൻറ്റു 30 ഇൻറ്റു കോസ് 60 എത്രയാ 1/2. ആ 2 കട്ട് ചെയ്തു പോയി. ഈക്വൽ ടു റൂട്ട് ഓഫ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ 400 പ്ലസ് ഇതെത്രയാ 900 പ്ലസ് 20 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ എത്രയാ 600 അല്ലേ ആണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര ആൻസർ കിട്ടുക? ഇത് 1900 എന്നുള്ള രീതിയിൽ ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിയാൽ റൂട്ട് 10√19 യൂണിറ്റ്. അത് ഫോഴ്സ് ആണെങ്കിൽ ന്യൂട്ടൺ, തന്നത് ഏതിലാണോ അതിലാണ് അതിൻ്റെ വരിക. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കാണുക. ഇനി നോക്കിയാൽ ടാൻ ആൽഫ കാണണം. നമ്മുടെ ഇങ്ങനെയാണ് ചോദ്യം. ആംഗിൾ ആൽഫ മെയ്ഡ് ബൈ ആർ വിത്ത് F1 ആണ്. F1 എത്രയാ 20 ആണ്. ആംഗിൾ മെയ്ഡ് ബൈ റിസൾട്ടൻ്റ് വിത്ത് F1 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ F1-ഉമായിട്ടുള്ള ആംഗിൾ ആണ് അറിയേണ്ടതെങ്കിൽ ടാൻ ആൽഫ ഈക്വൽ ടു F1-ഉമായിട്ടാണെങ്കിൽ F2 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ F1 പ്ലസ് F2 കോസ് തീറ്റ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടാൻ ആൽഫ ഈക്വൽ ടു F2 എത്രയാ 30 ഇൻറ്റു സൈൻ 30 എത്രയാ √3/2. സൈൻ എത്രയായിരുന്നു 30 അല്ല സൈൻ 60 അല്ലേ, സൈൻ 60 √3/2 ഡിവൈഡഡ് ബൈ F1 എത്രയാ, F1 എന്ന് പറയുന്നത് 20 ആണ്, പ്ലസ് 30 ഇൻറ്റു F2 ഇൻറ്റു കോസ് തീറ്റ എത്രയാ കോസ് 60 1/2. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഇവിടെ ഈ 2ഉം 30ഉം കൂടെ പോയാൽ 15√3 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 15 അല്ലേ, 20 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ എത്രയാ 35 ആണ്. അവിടെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 3√3 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. ഇതാണ് ടാൻ ആൽഫ. നമ്മളോട് ചോദിച്ചത് ആംഗിൾ അല്ലേ, ആണ്. ആ ആംഗിളിന് ടാനിന് ഇങ്ങനത്തെ ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയൂല. അപ്പം നമ്മൾ അത് കാണാനുള്ളത് നമുക്കത് അറിയാൻ വകുപ്പില്ല. ആ ആംഗിളിനെ നമ്മൾ എഴുതുക, ടാൻ ആൽഫയിൽ നിന്ന് ആൽഫയെ എഴുതുക എങ്ങനെയാണ്, ടാൻ ഇൻവേഴ്സ്. എന്താ എഴുതുക, ടാൻ ഇൻവേഴ്സ് 3√3/7. ഇങ്ങനെയാണ് ആൻസർ എഴുതി വെക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് 3√3/7. നിങ്ങൾ പബ്ലിക് എക്സാമിന് പോകുമ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് കാണാൻ നിങ്ങളെ കാൽക്കുലേറ്ററിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ തൽക്കാലം എങ്ങനെ എഴുതി വെച്ചാൽ മതി, ടാൻ ഇൻവേഴ്സ് 3√3/7 എന്ന് എഴുതി വെച്ചാൽ മതി. ഇതാണ് നമുക്ക് ആംഗിൾ വരിക. അപ്പോൾ നമുക്ക് ആൽഫ കിട്ടി. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ.